കേരളത്തിലിപ്പോൾ എമ്പുരാൻ തരംഗമാണെങ്കിലും എമ്പുരാനോട് ക്ലാഷ് വയ്ക്കാൻ തയ്യാറായി ചിയാൻ വിക്രമിൻ്റെ വീരധീര സൂരനും എത്തുന്നുണ്ട്. ഇന്നലെ വീരധീര സൂരൻ്റെ ഗ്രാൻഡ് ഓഡിയോ ലോഞ്ച് ഫംഗ്ഷനായിരുന്നു. കൂടെ ട്രെയിലർ റിലീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമുക്കങ്ങനെ ആഡിയോ ലോഞ്ചിൻ്റെ ഒരു ജൂക്ക് ബോക്സ് മൊത്തവും പുറത്തു വന്നു. പിന്നെ ട്രെയിലർ ലോഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്തു. എല്ലാ താരങ്ങളും വിക്രം, തുഷാര വിജയൻ, സുരാജ് വെഞ്ഞാറമൂട്, SJ സൂര്യ, പൃഥ്വിരാജ്, നമ്മുടെ അതിലുള്ള പൃഥ്വിരാജ്, തെലുങ്ക് ആക്ടർ പൃഥ്വിരാജ്, പിന്നെ നമ്മുടെ SU അരുൺകുമാർ ഇതിൻ്റെ ഡയറക്ടർ, പിന്നെ G പ്രകാശ് കുമാർ മ്യൂസിക് കമ്പോസർ എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു ഫംഗ്ഷനിലേക്ക് ഇതിൻ്റെ ഒരു ട്രെയിലർ പുറത്തിറങ്ങുണ്ടായി. ട്രെയിലർ കണ്ടു. ഇന്ന് പറയാൻ വേണ്ടി പോണ ട്രെയിലറിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ട്രെയിലർ സെറ്റ് വെച്ചിരിക്കുന്നത്, പിന്നെ നമുക്ക് എങ്ങനെ ഈ സിനിമ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയാൻ വേണ്ടി പോകുന്നത്. പിന്നെ എമ്പുരാൻ എന്ന് പറഞ്ഞ ഒരു ബ്രഹ്മാണ്ഡ സിനിമ, ഒരു പാൻ വേൾഡ് സിനിമയുടെ കൂടെ ഇപ്പം ക്ലാഷ് വെച്ചാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. പിന്നെ നിലവിലിപ്പോൾ ഒരു ഫാൻസ് ഫൈറ്റോ അല്ലെങ്കിൽ ക്ലാഷ് റിലീസോ ആ രീതിക്കുള്ള ഒരു സംഭവം രണ്ട് ഭാഗത്തൊന്നുമില്ല. രണ്ട് സിനിമയും ബെറ്ററായി വരണം എന്നുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ ഇവിടെ എല്ലാവർക്കും ഉള്ളൂ. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചാണ് ആ ഒരു സ്റ്റേജിൽ നിൽക്കേണ്ടത്. പിന്നെ എവിടേക്കോ ചില പൊട്ടലും ചീറ്റലൊക്കെ കേൾക്കുന്നുണ്ട്, അത് എമ്പുരാനോളം വരത്തില്ല, അങ്ങനെയാണ്. അത് നമുക്ക് ആദ്യമേ അറിയാമല്ലോ. എമ്പുരാനോളം എന്തായിരുന്നാലും ഈ സിനിമ വരാൻ വേണ്ടി പോകുന്നില്ല. അത് വേറെ ലെവൽ, ഇത് വേറെ ലെവലിൽ പടം. പിന്നെ പക്ഷേ ഇതിലും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. തിയേറ്ററിൽ കണ്ട ഒരു നല്ല സിനിമയാണ് എന്നുള്ള രീതിക്കുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ സിനിമയിലുണ്ട്. അതിൽ പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് SU അരുൺകുമാർ എന്ന് പറഞ്ഞ ഒരു സംവിധായകൻ്റെ സിനിമ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഏറ്റവും ഒരു മികച്ചൊരു കാര്യം. അതിനപ്പുറത്തേക്ക് നോക്കിയാൽ ചിയാൻ വിക്രം എന്ന് പറഞ്ഞ ഒരു ആക്ടറുടെ സിനിമയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ SU അരുൺകുമാർ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ മാത്രം വെച്ച് നോക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഫാക്ടർ ആ പടത്തിൽ കാണും. അതിൻ്റെ സൂചനകൾ നമുക്കിവിടെ ടീസർ ഇറങ്ങിയ സമയത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ട്രെയിലർ പ്രോമിസിങ് ട്രെയിലറാണ്. അതായത് നമുക്ക് തിയേറ്ററിൽ കണ്ട ഒരു നല്ല സിനിമ കാണും എന്നുള്ള രീതിക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചിയാൻ വിക്രം എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ മാത്രം ഉൾപ്പെടുത്തിയാണ് ഈ സിനിമയുടെ ഒരു ഹൈപ്പ് ഇപ്പോഴും നിൽക്കുന്നത്. വിക്രമിൻ്റെ സിനിമ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ നമ്പർ 1 ഹൈലൈറ്റ്. ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് വിക്രമിൻ്റെ ഒരുപാട് ഒരു വെറസ്റ്റൈൽ മാസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത് ഫാൻസിനുള്ളൊരു ട്രീറ്റാണ്. ഫാൻസിനും ഓഡിയൻസിനും നമുക്ക് രോമാഞ്ചിഫിക്കേഷൻ തന്ന രീതിക്കുള്ള ഒരു സംഭവം ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ അത് കണ്ട് നമ്മൾ അത് എത്രത്തോളം നമ്മൾ ആസ്വദിക്കാൻ വേണ്ടി പറ്റും ആ ലെവൽ നമ്മളൊരു സപ്പോർട്ട് ഈ സിനിമയ്ക്ക് കൊടുക്കണം എന്നുള്ള കാര്യം മാത്രമുള്ളൂ. പിന്നെ തുഷാര വിജയനെ പറ്റി പറയുകയാണെങ്കിൽ അതായത് നല്ല ഒരു കരിയർ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ പെൺകുട്ടി തമിഴ് സിനിമയിൽ ഒരു വേറിട്ട ഒരു രീതിക്ക് ആയി മാറും എന്നുള്ള ഒരു നടിയാണ് തുഷാര വിജയൻ. തുഷാര വിജയൻ ഒരു കഥാപാത്രം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കഥാപാത്രമായി ഈ കുട്ടി മാറും. അത് അത്രയ്ക്ക് ഒരു പെർഫെക്റ്റ് ഹീറോയിനാണ്. എന്ന് വെച്ചാൽ ഒരു അഭിനയത്തിന് മാത്രം പ്രാധാന്യം കൊടുത്ത ആ ഒരു കഥാപാത്രം എങ്ങനെ കൊണ്ടുവരണം അല്ലെങ്കിൽ അതിൽ ജീവിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്നൊരു ഹീറോയിനാണ് തുഷാര വിജയൻ. അതുകൊണ്ട് പെർഫോമൻസിൽ തുഷാര വിജയൻ ഒരു ഹൈ ലെവൽ തന്നെ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ മാത്രമേ പറഞ്ഞത്. പിന്നെ സുരാജ് വെഞ്ഞാറമൂടിനാണ് നമുക്ക് പറയേണ്ടത്. SJ സൂര്യ ഉണ്ടെങ്കിലും സുരാജ് വെഞ്ഞാറമൂട് ആ ഒരു കഥാപാത്രം നോക്കണം. സുരാജ് വെഞ്ഞാറമൂട് ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു പ്രമോഷൻ പോലെ ഒരു സാധനം കൊടുത്തു വെച്ചിരിക്കണം. ഒരു ഇൻ്റർവ്യൂ സംബന്ധപ്പെട്ട, അതായത് അപ്പ വന്ന് മിലിറ്ററി, ബ്രദർ വന്ന് മിലിറ്ററി, ഞാൻ വന്ന് മിമിക്രി എന്ന് പറഞ്ഞ ആ ഒരു സംഭവം ഇപ്പോൾ ഓൾ ഓവർ ട്രെൻഡ് ആയിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് അതും ഈ സിനിമയുടെ ഒരു പ്രമോഷൻ്റെ ഭാഗമായിട്ട് കണക്കാക്കപ്പെടുന്നു. പിന്നെ സുരാജ് വെഞ്ഞാറമൂട് ഈ സിനിമയിൽ കാണിക്കുന്ന പെർഫോമൻസ് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ കാണാത്ത മലയാളികൾക്ക് മാത്രമേ സുരാജ് വെഞ്ഞാറമൂട് എന്ന് പറഞ്ഞ ഒരു ആക്ടർ എന്താണെന്ന് അറിയത്തുള്ളൂ. തമിഴ് നാട്ടിലുള്ള ആൾക്കാർക്ക് അത്ര സുപരിചിതമല്ലെങ്കിൽ പോലും ഈ സിനിമയോട് കൂടി പുള്ളിയുടെ ഒരു ബെഞ്ച് മാർക്ക് അവിടെ എഴുതപ്പെടും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോഴേ പറയുകയാണ്. അദ്ദേഹം ഒരു ടെറർ റോൾ എന്ന് വെച്ചാൽ ഒരു ദാക്ഷിണ്യവും കാണിക്കാത്ത രീതിക്കുള്ള ഒരു കഥാപാത്രം, എന്തും ചെയ്യും പുള്ളി, എന്ത് ചെയ്ത് അങ്ങ് നിൽക്കാൻ വേണ്ടിയുള്ള ഇതുള്ള ഒരു കഥാപാത്രം. ആ ലെവലിലാണ് ഇപ്പം ഈ ഒരു കഥാപാത്രത്തിൻ്റെ ഗ്രാഫ് ഇരിക്കുന്നത്. പിന്നെ SJ സൂര്യ, അദ്ദേഹത്തിന് നമുക്കറിയാം, അദ്ദേഹം ഒന്ന് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ പെർഫോമൻസ് ലെവലൊക്കെ ഏത് രീതിക്ക് പോകുന്നു. പുള്ളി ഒരു എനർജറ്റിക് കഥാപാത്രങ്ങളൊക്കെ വേറെ ലെവൽ ചെയ്യണം. ഡയലോഗ് ഡെലിവറി ആയിരുന്നാലും പെർഫോമൻസ് ആയിരുന്നാലും പുള്ളിയുടെ ഒരു സ്റ്റാൻസ് ഉണ്ട്. ആ സ്റ്റാൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റാൻഡിനാണ് പുള്ളി ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ലെവലുള്ള ഒരു കഥാപാത്രം SJ സൂര്യ. നമുക്കിപ്പം SJ സൂര്യയുടെ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്കറിയാം എങ്ങനെയാണ്. പുള്ളി അങ്ങ് പൂണ്ട് വിളയാടും ഈ സിനിമയിൽ, അത്രേ പറയാൻ വേണ്ടി പറ്റും. പിന്നെ SU അരുൺകുമാർ ഇത്രയും കഥാപാത്രങ്ങളെയും വെച്ച് ഇങ്ങനൊരു സിനിമ, അതും ഒരൊറ്റ രാത്രി പറയുന്ന ഒരു കഥയാണ്. ഒരൊറ്റ രാത്രി സംഭവ വികാസങ്ങളൊക്കെ ഉൾപ്പെടുത്തിയുള്ള ഒരു കഥ. പിന്നെ ഈ സിനിമ വന്നിട്ടാണെങ്കിൽ 2ാം ഭാഗമാണ്. ഇതിൻ്റെ 1ാം ഭാഗം ഇനി ഇറങ്ങത്തുള്ളൂ. ഇത് 2ാം ഭാഗമാണ് ഇപ്പോൾ ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. അത് തന്നെ ഒരു
ക്രിയേറ്റിവിറ്റിയാണ്. അതായത് ഒരു സിനിമയുടെ 2ാം ഭാഗം ആദ്യം ഇറക്കുന്നു, ഇനി 1ാം ഭാഗം ഇനി ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് അത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം. അത് തന്നെ ഒരു വെറൈറ്റി കോൺസെപ്റ്റായിട്ട് വന്ന സാധനമാണത്. പിന്നെ ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു മിസ്സാകുന്നല്ല, അയ്യോ ഇത് വന്ന് കണ്ടുപോയല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചൊരു മോശമാകത്തില്ല, നല്ലൊരു സിനിമയായിരിക്കും. പിന്നെ എമ്പുരാൻ ഇത്ര ഒരു ഹൈപ്പ് കാര്യങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഈ സിനിമയ്ക്ക് പൊതുവെ ഒരു ഹൈപ്പ് കുറവാണ്. എന്നാലും എല്ലാവരുടെയും ഉള്ളിൽ തന്നെ ഉള്ളൊരു കാര്യമാണ് ഈ സിനിമ ഒരു നല്ലൊരു പടമാണെന്നുള്ളൊരു കാര്യം എല്ലാവർക്കും അറിയാം. അങ്ങനെ ഈ സിനിമ നിങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ കയറി കാണണം. അതായത് ഇപ്പോൾ എമ്പുരാൻ കാണുന്നവർക്ക് എമ്പുരാൻ കാണാം, ഇത് കാണുന്നവർക്ക് ആദ്യം ഇത് കാണാം. എന്തായിരുന്നു ഇതൊരു ക്ലാഷായിട്ട് വരികയാണ് എന്നും പറഞ്ഞ ഒരു മത്സരവും കാര്യങ്ങളൊന്നുമില്ല. രണ്ടും നല്ല സിനിമ തന്നെയാണ്. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഇത്ര പറയാൻ പറ്റുള്ളൂ. ട്രെയിലർ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗ്രാമീണ പശ്ചാത്തലം കാര്യങ്ങളൊക്കെ, പിന്നെ ലോക്കൽ ഗാങ്സ്റ്റേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇടയ്ക്ക് വെച്ച് ട്രെയിലറിൽ കാണിക്കുന്ന ചിയാൻ വിക്രമിൻ്റെ ഒരു വാക്കിങ്, ഒരു റെഡ് ട്രൗസറൊക്കെ ഇട്ട് വരുന്ന ആ ബോഡിയും കാര്യങ്ങളൊക്കെ, ഇദ്ദേഹത്തിന് ഇത്ര പ്രായമായിട്ടും എന്താ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ പുള്ളിക്കാരതിനകത്ത്, വേറെ ലെവൽ സാധനം ചെയ്ത് വെച്ചിരിക്കുന്നത്. അതൊക്കെയാണ് ഈ ഒരു ഡെഡിക്കേഷൻ ലെവൽ എന്ന് പറഞ്ഞത്. ഒരു സിനിമയ്ക്ക് വേണ്ടി വിക്രം ഏത് ലെവൽ വരെയും പോകും. അതാണ് വിക്രമിൻ്റെ ഒരു മാനറിസവും കാര്യങ്ങളൊക്കെ. ഒരു സിനിമ ക്ലിക്ക് പിടിക്കാൻ വേണ്ടി അതൊക്കെ എത്ര ഡെഡിക്കേറ്റീവുള്ള കാര്യങ്ങളാണെങ്കിൽ പുള്ളി ചെയ്യും. എക്സ്ട്രാ മാസോട് മാസമാണ്. പിന്നെ ഈ ട്രെയിനിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞുണ്ട്, കഴിഞ്ഞ കാര്യം ஞாபகம் എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയെ ബന്ധപ്പെട്ട് ഇനി വേറെ എന്തൊരു വലിയ സംഭവം ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ തെലുങ്ക് ആക്ടറുടെ കഥാപാത്രമാണ് ഈ ഒരു ഡയലോഗ് പറയുന്നത്. അത്രയും കാര്യങ്ങളൊക്കെ വെച്ച് പറയുകയാണ്. ഇത് ഒരു വമ്പൻ സിനിമയായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ഡേ റിവ്യൂ എങ്ങനെ കിട്ടുന്നുള്ള കാര്യങ്ങളൊക്കെ ഇരിക്കും ഇതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ നേരത്തെ എമ്പുരാൻ ഇറങ്ങിയ സമയത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു, റിവ്യൂവും കാര്യങ്ങളും ഒന്നും കണ്ട് ഈ സിനിമ കാണാൻ വേണ്ടി പോകരുത്. ഡയറക്റ്റായിട്ട് പോവുക, സിനിമ കാണുക, ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ ഷെയർ ചെയ്യുക. അല്ലാതെ നിങ്ങൾ കാണുന്നതിന് മുമ്പ് പല ആൾക്കാരും കയറി കണ്ട് നിങ്ങളെപ്പറ്റി പലതും പറയാം, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പോയി കണ്ടിട്ട് ആ സിനിമയുടെ ഡെപ്ത് എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി കണ്ട് നിങ്ങൾ ഒബ്സർവേഷൻ ചെയ്യുക. നിങ്ങൾ ആ രീതിക്കുള്ള ഒരു ഇത് കൊടുക്കുക. സോ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഈ സിനിമ ഒരു പെർഫെക്റ്റ് സിനിമയായിട്ട് വരും എന്നതിനാണ് എൻ്റെ ഒരു പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ. വിക്രം എന്ന് പറഞ്ഞൊരു ആക്ടർ വേറെ ലെവലിൽ സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് വീരധീര സൂര്യനും ഒരു നല്ല സിനിമയായിരിക്കും. അതിന് ഒരു പ്രത്യേക ഹൈപ്പും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ട്രെയിലർ ഒരു പ്രോമിസിങ് ട്രെയിലറാണ്, വേറെ ലെവലിൽ ട്രെയിലർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു ഹൈപ്പ് എന്നല്ലെങ്കിൽ പോലും നമുക്ക് സിനിമയ്ക്ക് ഒരു എക്സ്പെക്റ്റേഷൻ തരുന്ന രീതിക്കുള്ള കാര്യമാണ് ട്രെയിലർ കണ്ട സമയത്ത് മനസ്സിലായത്. ഇപ്പോൾ യൂട്യൂബിലേക്ക് ഇപ്പോൾ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. 34 ലക്ഷം വ്യൂ ഇപ്പം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങളും ഈ സിനിമയ്ക്ക് ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുക ചെയ്യുക. വിക്രമിൻ്റെ ഒരു കംബാക്ക് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. പുള്ളിക്കാരെ തങ്കലെടുത്ത് തന്നെ 100 കോടി ക്ലബ്ബിൽ കയറ്റി ഇപ്പോൾ വീരധീര സൂര്യൻ വരാൻ വേണ്ടി പോകുന്നു. ഒരു ചേഞ്ച് ഔട്ട് തങ്കലം തൊട്ടുണ്ടാകട്ടുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ പറയുന്നുള്ളൂ. ട്രെയിലർ കണ്ടു, ഇഷ്ടപ്പെട്ടു. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് സിനിമയ്ക്കുള്ള പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ ഏറെയാണ്. നിങ്ങൾ സപ്പോർട്ട് ഈ സിനിമയ്ക്കും വേണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ഫാൻസ് ഫൈറ്റ് വെച്ചൊരു സിനിമയെ പോലും അടിച്ച് തടയാതെ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. സോ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഈ സിനിമയെ ഒരു പെർഫെക്റ്റ് പടമായിട്ട് തന്നെ വരും. കേരള, തമിഴ്നാട്, ആന്ധ്ര, തെലുങ്കാന, ഹിന്ദി എല്ലാ ലാംഗ്വേജിലും ആൾക്കാർ ഏറ്റെടുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ മാത്രമാണ് ഞാൻ പറയുന്നത്. സോ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഈ സിനിമയ്ക്കും പ്രതീക്ഷകളേറെയാണ്. ഒരു രാത്രി നടക്കുന്ന ഗ്യാങ്സ്റ്റേഴ്സിൻ്റെ ഇഷ്യൂ ഫാമിലിയിൽ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് തീമും കാര്യങ്ങളൊക്കെ. സോ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് എക്സ്പെക്റ്റ് ചെയ്യാൻ. നല്ല പാട്ടുകൾ ജി പ്രകാശ് കുമാർ ചെയ്തിട്ടുണ്ട്. പാട്ടുകൾ, ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടി. സോ ആ ഒരു കാര്യങ്ങളെ വെച്ച് നമുക്കതും ഒരു ബലമാണ് ഈ സിനിമയ്ക്ക്. സോ ആ ഒരു കാര്യങ്ങളെല്ലാം വെച്ച് ഇത്രയുള്ള പറഞ്ഞിട്ട് വീരധീര സൂര്യൻ മാർച്ച് 27 റിലീസാണ്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഈ സിനിമ വിജയിക്കട്ടെ എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് എമ്പുരാനും ഈ സിനിമയും നല്ല ഒരു റെസ്പോൺസും കാര്യങ്ങളൊക്കെ വരട്ടെ എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച്. സോ ഇത്രേ പറയാൻ വേണ്ടിയുള്ളൂ. ഇതാണ് വീരധീര സൂര്യൻ കണ്ട സമയത്ത് ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ. സോ ഒരു പക്ക ഗാങ്സ്റ്റർ ആക്ഷൻ പടം, ഗ്രാമത്തിലെ കഥ, 2ാം ഭാഗമാണ് ഇറങ്ങിയിരിക്കുന്നത്. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് പ്രതീക്ഷകളേറെയാണ്. നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയുടെ ഒരു ഹൈപ്പിലിരിക്കുന്നത്. സോ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ ഇത്ര പറയാൻ പറ്റുള്ളൂ. ഇതാണ് വീരധീര സൂര്യൻ എന്ന പറഞ്ഞിട്ടില്ല എനിക്ക് പറയാൻ പറ്റുള്ള കാര്യങ്ങളൊക്കെ. സോ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റ് സിനിമയുടെ ഒരു വിഷയവും കണ്ടുവന്നത് പ്രണവ് സൈനിങ് ഔട്ട്. ബൈ.